ഹലോ ഗൈസ്, ഒരു മുഖവരിയില്ല, നേരിട്ട് വീഡിയോയിലേക്കാണ് പോകുന്നത്. ഇന്ന് എനിക്ക് കുറച്ച് പിടയ്ക്കുന്ന മത്തി കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാനൊരു കിടില മത്തിക്കറിയാണ് സെറ്റാക്കാൻ പോകുന്നത്. അതും നല്ല പച്ചമാങ്ങ ഇട്ടിട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നത്തെ പോലെ ഇന്നും ഞാനത് 50 രൂപേൻ്റെ മീനാണ് കേട്ടോ വാങ്ങിച്ചത്. 50 രൂപേൻ്റെ മീൻ ഇവിടെ കുറേ ഉണ്ടാവും കേട്ടോ. അപ്പോൾ മീൻ കണ്ടില്ലേ, വെള്ളി പോലെ വെട്ടി തിളങ്ങുന്നുണ്ട്. ഇനി ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. എൻ്റെ മീനിന് വേണ്ടിയിട്ട് എൻ്റെ പൂച്ച എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ മീനെല്ലാം ഞാൻ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു അരപ്പ് തയ്യാറാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എരിവിന് വേണ്ടിയിട്ട് 2 വലിയ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്ന വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. 1 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ എല്ലാം ഞാൻ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ടൊരു ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കറിക്ക് ആവശ്യമായ വെള്ളത്തിന് നമുക്ക് ജാറ് കഴുകിയിട്ട് അതിലേക്ക് ഒഴിച്ചെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മീൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനൊരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞത്. അത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കൊരു മാങ്ങ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ. സീസൺ അല്ലാത്തത് കൊണ്ട് മാങ്ങയ്ക്കൊക്കെ ഭയങ്കര റേറ്റാണ്. കഷ്ണം ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല പുളിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ എടുക്കുന്നുണ്ട്. കാരണം കറിയിൽ ഞാൻ പുളി ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. മാങ്ങ മുറിച്ച് ഞാൻ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഇടിക്കലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാൻ. കാരണം ഇതിൻ്റെ പുളി പെട്ടെന്ന് കറിയിലേക്ക് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. കൂടെ 2 പച്ചമുളക് ഇട്ടിട്ട് ഒന്നും കൂടെ ചതച്ചെടുക്കുക. ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് നന്നാക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മാങ്ങ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ തിളപ്പിക്കുക. അപ്പോൾ മാങ്ങെല്ലാം വെന്തിട്ടുണ്ട്, മീനും അതുപോലെ വെന്തിട്ടുണ്ട്. എന്നിട്ട് 2 തണ്ട് കറിവേപ്പില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ട് ഒന്ന് ഇറക്കി വെക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, നല്ല തിക്നെസ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഗ്രേവിയൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. ചൂടുള്ള ചോറിലേക്ക് ഞാൻ ആവി പറക്കുന്ന മത്തിക്കറി ഒഴിച്ചു കൊടുക്കാൻ. ഇത് പുട്ടിലേക്ക് അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. എനിക്ക് ഒരു പപ്പടം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 പൊരിച്ചമീൻ. ഈ മാങ്ങ ഇതിലേക്ക് ഉടച്ച് കഴിക്കുമ്പോണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ വെച്ചതുകൊണ്ട് പറയില്ല, നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്